സേഡ് ഐ എഗ്രി വിത്ത് യു, ടോട്ടലി ഐ എഗ്രി വിത്ത് യു. എന്താണെന്നറിയാമോ, എന്നെ വല്ലാതെ അസ്വസ്ഥമാക്കുന്ന ഒരു കാര്യമാണ് അവനിപ്പോൾ പറഞ്ഞത്. ഇപ്പം ഞാൻ ഹിന്ദുമത വിശ്വാസിയാണ്. ഹിന്ദുമത വിശ്വാസിയായി ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ എൻ്റെ സഹോദര മതത്തിൽപ്പെട്ട ഒരാളുടെ നേർക്ക് ആരെങ്കിലും വിരൽ ചൂണ്ടിയാൽ ഇയാളെക്കാളുടെ മുമ്പിൽ അയാളെ സംരക്ഷിക്കാൻ അയാളുടെ മുമ്പിൽ ഞാൻ ചെന്ന് നിൽക്കുമ്പോഴാണ് ഇന്ത്യയുടെ സെക്യുലറിസം അർത്ഥപൂർണ്ണമാകും. പൊളിറ്റിക്സിൽ നിന്ന് അത് അത്ര നടക്കാറില്ല. പലരും പോക്കറ്റിൽ നിന്ന് പേപ്പർ കൊണ്ടുവന്ന് ഇതാണ് നമ്മുടെ തീരുമാനം എന്ന് വായിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി കൈയടിച്ച് കറക്റ്റ് ശരിയാണെന്ന് പറയണേ. So my question is something that you have corrected in yourself, like sir വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം, sir ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, അത് അൺലേൺ ചെയ്തത് ആ ഒരു കാര്യം, why did you unlearn it and what made you to, what were the implications that have come up? Thank you very much. നല്ല ചോദ്യങ്ങളായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എന്നെ കൊണ്ട് കൂടി ചിന്തിപ്പിച്ചു. അതാണ് എൻ്റെ ഒരു ഭംഗി. ഇത് സത്യത്തിൽ ഇവിടുന്ന് പോകുന്നത്, തിരിച്ചു പോകുന്നത് ഞാനാണ് എൻറിച്ചറായിട്ട് പോകുന്നത്, തിരിച്ചു പോകുന്നത്. എനിക്ക് പിന്നെ കുറച്ച് പ്രായം കുറഞ്ഞൊരു ഫീലിംഗ്. ഒന്നും പറയുന്നില്ല, കാരണം എല്ലാം പറയാൻ പറ്റിയ ഒരാളെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലമായി ശ്രീ വി ഡി സതീശൻ എന്നോട് പറയായിരുന്നു, എനിക്ക് കുറച്ച് സമയമുള്ളപ്പോൾ വരണം അക്കാഡമിയിൽ, കാരണം ഐ വാണ്ട് ടു ഇൻറ്ററാക്ട് വിത്ത് സ്റ്റുഡൻസ്. ഇന്ന് അതിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഈസ് നോട്ട് എ മിയർ പൊളിറ്റീഷ്യൻ. അദ്ദേഹത്തിൻ്റെ അറിവ്, വായന, അദ്ദേഹം ഇടപഴകുന്ന മേഖലകൾ, അദ്ദേഹം നടത്തുന്ന പെർഫോമൻസ് എല്ലാം നിങ്ങളുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഏത് ചോദ്യവും നിങ്ങൾക്കാവാം. അങ്ങനെ ചോദ്യം കൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ മുട്ടുകുത്തിച്ചാൽ ഞാൻ ജയിക്കും, അല്ലെങ്കിൽ വി ഡി ജയിക്കും. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഏതായാലും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വേറെ കിട്ടാനില്ല. ഇവിടെ വരണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇന്നത് വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു. ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് സ്കെയിൽ അപ്പ് കോൺക്ലേവ് നജീബിൻ്റെ ഒരു ആശയം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നജീബിനോട് അസൂയാണെന്ന് പറഞ്ഞാൽ വീണ്ടും ഇവിടെ വന്ന് കാണുമ്പോൾ 2 ബിൽഡിംഗ് കൂടി 25,000 സ്ക്വയർ ഫീറ്റുള്ള ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഒരു MLAക്കും, ഞാൻ 24 വർഷമായിട്ട് MLA ഇരിക്കുന്നു, ഒരു MLAക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ശ്രീ നജീബ് എൻ്റെ ആദ്യത്തെ ടീമിൽ ചെയ്തത്. ഈ 2 കാര്യങ്ങൾ, ഈ സ്കെയിൽ അപ്പ് കോൺക്ലേവും ഈ സിവിൽ അക്കാഡമിയും മാത്രം മതി. അദ്ദേഹം ഈ തുടക്കത്തിൽ ഈ 2-3 വർഷം കൊണ്ടാണ് അദ്ദേഹം ഈ വിസ്മയകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പഠിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായത്. ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിലൊന്നും മുതിരുന്നില്ല. നിങ്ങളുമായിട്ട് മത്സരിച്ച് ജയിക്കാൻ പറ്റിയ ഒരാളല്ല. കാരണം ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ എത്ര സമയം പോയി ലൈബ്രറിയിൽ ഇരിക്കണം, എത്ര അധ്യാപകരെ കാണണം, എന്നാലിത് കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷെ നിങ്ങൾക്കതല്ല. ഇൻഫർമേഷൻ ഈസ് ഓൺ യുവർ ഫിംഗർ ടിപ്പ്. നിങ്ങളുടെ കയ്യിൽ മൊബൈലൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പ്രസംഗിക്കാനുള്ള പേടി കൂടുകയാണ്. കാരണം ഞാൻ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഫാക്ച്വൽ എറർ പറഞ്ഞാൽ പുറകിൽ നിന്ന് അപ്പം തന്നെ കുത്തി സാറ് പറഞ്ഞതിൽ ഒരു ഫാക്ച്വൽ എറർ ഉണ്ടായി, തെറ്റാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ സകല പരിപാടി ഇവിടെ തീരും. അതുകൊണ്ട് കുട്ടികളുള്ള സ്ഥലത്ത്, നന്നായി പഠിക്കുന്ന കുട്ടികളുള്ള സ്ഥലത്ത് എനിക്ക് സംസാരിക്കുന്നതിനുള്ളൊരു കോൺഫിഡൻസ് കുറഞ്ഞു വരുന്നൊരു കാലമാണ്. ആ കാലത്താണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. നാളെ ഈ നാടിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിലെത്തി ഈ നാടിന് ലീഡർഷിപ്പ് കൊടുക്കേണ്ട ആളുകളാണ് നിങ്ങൾ. നാടിൻ്റെ ക്രീമായി മാറേണ്ട ആളുകളാണ് നിങ്ങൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. മത്സര പരീക്ഷകളെ തോൽപ്പിക്കാനുള്ള തയ്യാറെടുപ്പാണ് നിങ്ങൾ നടത്തുന്നത്. അപ്പോൾ സാറേ, എൻ്റെ ഒരു സംശയം മാത്രമല്ല, സാറിനോടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, സാർ ലീഗൽ പ്രൊഫഷനിൽ നിന്ന് പൊളിറ്റിക്കൽ കരിയർ തിരഞ്ഞെടുത്തൊരു ആളാണ്. അപ്പോൾ സാർ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതിനുശേഷം സാർ ആക്റ്റീവ് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരാളാണ്. അതുകൂടാതെ നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട്. വെച്ചാൽ ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ഇന്ത്യ മൊത്തം നോക്കിയാൽ പോലും പൊളിറ്റിക്സിൽ ലോയേഴ്സിൻ്റെ എണ്ണം കൂടുതലാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? അത് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സേഫ്റ്റിക്ക് വേണ്ടിയുള്ളതാണോ, അതോ ആ പ്രൊഫഷൻ നമ്മൾ ലീഡ് ചെയ്യുന്നത്? ഞാൻ ഒരു ലോ ഗ്രാജുവേറ്റ് ആണ്, അതുകൊണ്ടാണ് സാറോട് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. ഞാൻ സ്കൂളിൽ തൊട്ട് തന്നെ എല്ലാ ക്ലാസ്സിലും ക്ലാസ് ലീഡറായിരുന്നു. 10th വന്നപ്പോൾ സ്കൂൾ ലീഡറായിരുന്നു.
കോളേജിൽ ചെന്നപ്പോൾ ആദ്യത്തെ എല്ലാ വർഷവും മത്സരിച്ച ഇലക്ഷനിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമായിട്ട് എല്ലാ വർഷവും ജയിക്കുകയും ചെയ്തു. പിന്നെ യൂണിവേഴ്സിറ്റിയുടെയും ചെയർമാൻ സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സിലുണ്ടായിരുന്നു. പക്ഷേ എനിക്കറിയാൻ പാടില്ല, സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലൊരു അംബീഷൻ വക്കീലാകണമെന്നായിരുന്നു. ഇനി വല്ല സിനിമ കണ്ടിട്ടാണോ വല്ല പുസ്തകം വായിച്ചിട്ടാണോ എന്ന് അറിയില്ല. അന്ന് വക്കീലാകണമെന്ന് പറഞ്ഞാൽ എല്ലാവരും കളിയാക്കും. കാരണം ക്ലാസ്സിൽ എഴുന്നേറ്റ് നിങ്ങളുടെ അംബീഷൻ എന്താണെന്ന് ചോദിച്ചാൽ കണക്കിന് 0 മേടിക്കണവനും പറയും എഞ്ചിനീയർ ആവണമെന്ന്, ബയോളജിക്ക് മുട്ട മേടിക്കുന്നവൻ ഡോക്ടറാകണമെന്ന് പറയുന്ന കാലത്ത് ഞാൻ എഴുന്നേറ്റ് അഭിഭാഷകനാകണം എന്ന് പറയുമ്പോൾ ടീച്ചർമാരൊക്കെ ഫുഫ് എന്ന് പറയും. പക്ഷെ എൻ്റെ ഉള്ളിൽ അതായിരുന്നു ആഗ്രഹം. അപ്പോൾ ഞാൻ അതുകൊണ്ട് ആ പ്രൊഫഷനിലേക്ക് തന്നെ പ്ലാൻ ചെയ്ത് പോയി. MLA ആകണമെന്നും മന്ത്രിയാകണമെന്നും ആഗ്രഹം അത് ആലോചിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചത് 10 വർഷം ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്ത് ബാക്കി സുപ്രീം കോടതി പോയി പ്രാക്ടീസ് ചെയ്തൊരു അഭിഭാഷകനായിട്ട് ഒരുപാട് പണമൊക്കെ സമ്പാദിച്ച് ഭയങ്കര സ്റ്റൈലായിട്ട് ജീവിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. സത്യമുള്ള പറയല്ല. ഞാനത് ഒരു 9 വർഷം ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്തു. നന്നായിട്ട് പൈസയൊക്കെ ഉണ്ടാക്കി തുടങ്ങിയ സമയത്താണ്. അപ്പോഴും പൊളിറ്റിക്സ് ഉണ്ട്, വക്കീലായിരിക്കുമ്പോഴും പൊളിറ്റിക്സ് ഉണ്ട്. ബട്ട് അന്ന് മത്സരിച്ച് ഈ നീറിക്കോട് അടക്കമുള്ള സ്ഥലത്തിൻ്റെ MLA ആയിട്ട് ഞാൻ ഇവരുടെ മാതാപിതാക്കളൊക്കെ എനിക്ക് വോട്ട് ചെയ്തായിരിക്കും ഉറപ്പായിട്ട്. നീറിക്കോടുള്ളവരൊക്കെ എനിക്ക് നന്നായിട്ട് വോട്ട് ചെയ്യുന്നവരാണ്. അവരൊക്കെ വോട്ട് ചെയ്ത് എന്നെ ജയിപ്പിച്ചു. പിന്നെ എൻ്റെ പ്രൊഫഷൻ പോയി. അപ്പം ഞാൻ ഇതായിട്ടും പറയരുത്, ഞാൻ പറയാൻ പോണ കാര്യം, എനിക്കപ്പോൾ ഒരു 1.5 ലക്ഷം രൂപ വരുമാനം ഈ പ്രാക്ടീസ് നിർത്തുമ്പോൾ ഉണ്ട്. അപ്പം ഞാനിത് നിർത്തി നേരെ പോയി MLA ആയപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയ ശമ്പളം 12,000 രൂപയാണ്. ഞാൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു പോയി. ഒരുപാട് നാൾ പ്രയാസപ്പെട്ടു സത്യത്തിൽ. ഇപ്പോഴും സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഞാൻ പ്രൊഫഷനെ കുറിച്ച് ആലോചിക്കും. അതൊരു അംബീഷനായിരുന്നു ലോയറാവാൻ. പിന്നെ ലോ പഠിച്ചതിൻ്റെയും ലോയർ ആയതിൻ്റെയും അഡ്വാൻറ്റേജ് ആസ് എ പാർലമെൻറ്റേറിയൻ എനിക്കത് ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ സംസാരിക്കുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിമിൽ നിന്നുകൊണ്ടാണ്. അത് ലോ പഠിച്ചുകൊണ്ടാണ്, നല്ലതാണ്. പിന്നെ ലോ പഠിച്ച ആളുകൾ മാത്രമേ രാഷ്ട്രീയത്തിൽ വരാൻ പാടുള്ളൂ എന്നതിന് എനിക്ക് യോജിപ്പില്ല. എല്ലാ സെക്ടറിൽ നിന്നുള്ള ആളുകൾ വരണം. ലോയേഴ്സ് കൂടുതലുണ്ട്. അത് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് അവർ ലോയ്ക്ക് പോയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ലോയർ എന്ന് പറയുന്ന ഇന്നിപ്പോൾ അത് മാറിയല്ലോ. ഇന്നിപ്പോൾ നാഷണൽ ലോ സ്കൂളും യുവാൽസും അവിടെയൊക്കെ പഠിച്ച് പല ഇതിലും ഒക്കെ പോകണം. വലിയ സ്ഥാപനങ്ങളിലേക്കൊക്കെ മാനേജറിയലിലേക്കൊക്കെ ലോ പഠിച്ചിട്ട് പോകും. ഞാൻ കൊല്ലം പത്തനാപുരത്ത് നിന്നാണ് വരുന്നത്. സാർ, എൻ്റെ ചോദ്യം വെച്ചാൽ ഞങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്നതായിരുന്നു KS. പക്ഷേ KS ഞാൻ ഇപ്പോൾ PG കഴിഞ്ഞാണ് ഇവിടെ വന്നത്. ഞാൻ ഡിഗ്രി ആദ്യ വർഷം പഠിക്കുമ്പോൾ മാത്രം, അതായത് 2019 മാത്രമാണ് KS ഒരു തവണ വിളിച്ചത്. പല സംസ്ഥാനത്തും വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നൊരു സംഭവമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മളുടെ സംസ്ഥാനത്ത് KS പരാജയപ്പെട്ടു പോയത്? ഇനി എന്ത് റീഫോമാണ് അതിന് കൊണ്ടുവരാൻ താങ്കൾ ആഗ്രഹിക്കുന്നത്? അല്ല, KSൽ ഒരുപാട് പരിഷ്കരണങ്ങൾ നടത്തണം. ഇപ്പോൾ കേരളത്തിലത് തുടങ്ങിയുള്ളൂ. ഒരു ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് മാത്രമേ നടന്നുള്ളൂ അല്ലേ? 2019 അല്ലേ ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് നടന്നത്. അടുത്ത ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റിൻ്റെ സമയം സത്യത്തിൽ അതിക്രമിച്ചിരിക്കുന്നു. അതിൻ്റെ അകത്തുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് പറയാം, സെക്രട്ടേറിയറ്റിൽ ക്ലർക്ക്, സെക്ഷൻ ഓഫീസർ, അണ്ടർ സെക്രട്ടറി, പിന്നെ ജോയിൻറ്റ് സെക്രട്ടറി ഇങ്ങനെ വരുന്നുണ്ട്. അതിൽ സെക്രട്ടറി വരെയുള്ള ഗ്രേഡിൻ്റെ ഇപ്പുറത്തുള്ള അഡീഷണൽ സെക്രട്ടറി വരെ ഈ non-IASകാർക്ക് വരാവുന്ന സംഭവമാണ്. അപ്പോൾ ഈ KSകാർ വരുമ്പോൾ നാച്ചുറലായിട്ട് കുറേ വർഷങ്ങളായി കിട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലാത്തവർക്കുള്ള പ്രൊമോഷൻ സാധ്യതകൾ കുറഞ്ഞു. അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രഷറും കുറേ കാര്യങ്ങളും ആകാം KS കൊണ്ടുവന്നിട്ടും അത് ഫുൾ സ്വിങ്ങിൽ നടപ്പാക്കാൻ പറ്റാത്തൊരു പ്രശ്നം. അതിൻ്റെ പ്രായോഗികമായ വിഷയങ്ങളൊന്ന് സ്റ്റഡി ചെയ്ത് അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. നിങ്ങൾ KS നോക്കരുത്, IAS തന്നെ നോക്കണം. അങ്ങനെ നോക്കരുത്. നമ്മുടെ നല്ല അംബീഷ്യസ് ആയിരിക്കണം. എന്നിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങരുത്. ആ അംബീഷൻ യാഥാർത്ഥ്യമാകാനുള്ള കഠിനാധ്വാനം വേണം. ഒരിക്കലും KS ലക്ഷ്യം വെച്ചുകൊണ്ട് വർക്ക് ചെയ്ത് KS മോശമായിട്ടല്ല. KS നാളെ കിട്ടിയാലും നല്ല കാര്യമാണ്. KS ആകരുത് ലക്ഷ്യം സിവിൽ സർവീസ് തന്നെയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആണെങ്കിൽ സിവിൽ സർവീസ് തന്നെ ലക്ഷ്യമാക്കി പഠിക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒരു വർഷം നന്നായി പഠിച്ച് നന്നായിട്ട് കഠിനാധ്വാനം ചെയ്ത് നന്നായിട്ട് പ്ലാൻ ചെയ്ത്, ഇവിടെ നല്ല ഉഗ്രൻ ഫാക്കൽറ്റിയൊക്കെയുള്ള സ്ഥലമാണ്, അവരുടെ ഗൈഡൻസോ അവരുടെ മെൻറ്റർഷിപ്പോ ഒക്കെ വെച്ച് പോയാൽ
ഉറപ്പായി നിങ്ങൾക്ക് മേടിക്കാം, ധൈര്യമായിട്ട് മേടിക്കാം. അതിലങ്ങ് പോകണം, മേടിക്കണമെന്ന് വെച്ച് പോകണം. സാർ, എൻ്റെ പേര് ആനന്ദ്, ഞാൻ മഞ്ചേരിയാണ്. സാർ, നമ്മുടെ രാജ്യം ഒരു പാർലമെൻ്ററി പൊളിറ്റിക്സ് ആണല്ലോ. നമ്മൾ MLA-മാരെയും MP-മാരെയും സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് അവർ പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിയും സെലക്ട് ചെയ്യുന്നു. പക്ഷേ ഈ കുറച്ച് കാലമായിട്ട് നമുക്ക് കാണുന്നൊരു ട്രെൻഡാണ്, നമുക്കൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വരുന്നു, അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി വരുന്നു, എന്നിട്ട് അവരുടെ സെൽഫിനെ ഒരുപാട് ഗ്ലോറിഫൈ ചെയ്യുന്നു, എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് ജനങ്ങളെല്ലാം വോട്ട് ചെയ്യുന്നു. ഇങ്ങനൊരു പ്രോബ്ലം വരുമ്പോൾ നമ്മുടെ ലോക്കൽ പൊളിറ്റിക്സ്, മണ്ഡലത്തിലെ പൊളിറ്റിക്സ് കാര്യങ്ങളൊക്കെ അധികം ശ്രദ്ധിക്കാതെ ഈ മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും വേണ്ടി ആളുകൾ വോട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറുന്നു. അപ്പോൾ ഈ ഒരു ചേഞ്ചിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മളൊരു പ്രസിഡൻഷ്യൽ ഇലക്ഷനൊക്കെ US നടക്കുന്ന ആ ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ? അത് ഇപ്പോൾ ലോകത്തെല്ലായിടത്തും എൻ്റെ ഒരു തിയറി ഉണ്ട്, ആണെന്ന് വലിയ അപകടകരമായൊരു കാര്യത്തിലേക്ക് ലോകരാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണ്, ഇന്ത്യയിലടക്കം. നമ്മൾ എന്താണ് ഫസ്റ്റ് ഹാഫ് ഓഫ് ദ 20th century നിങ്ങൾ പഠിക്കേണ്ടതാണ്, നിങ്ങൾ പഠിക്കണം, നിങ്ങൾ സിവിൽ സർവീസ് ഉണ്ട്. ഫസ്റ്റ് ഹാഫ് ഓഫ് ദ 20th century എന്ന ലോകത്തിൻ്റെ ചരിത്രം എൻ്റെ ഒരു ഇഷ്ട വിഷയമാണ്. ബിറ്റ്വീൻ ദ ഫസ്റ്റ് വേൾഡ് വാർ ആൻഡ് ദ സെക്കൻഡ് വേൾഡ് വാർ മഹായുദ്ധങ്ങളുണ്ടായി അല്ലേ? 2 മഹായുദ്ധങ്ങൾ. ലോകത്തിൽ ഹിറ്റ്ലറെ പോലെ, മുസോളിനിയെ പോലെ, പോൾപോട്ടിനെ പോലെ, സ്റ്റാലിനെ പോലുള്ള ഏകാധിപതികളുണ്ടായി. എത്ര പേര് മരിച്ചെന്ന് വല്ല കണക്കുണ്ട്? 5 കോടിയിലധികം ആളുകൾ കൊല ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. നിരവധി ആളുകൾ നാടുകടത്തപ്പെട്ടു. സൈബീരിയൻ തടവറകളിൽ, ഗുലാഗുകളിൽ ആളുകൾ അടയ്ക്കപ്പെട്ടു. നിരവധി ആളുകൾ ടോർച്ചർ ചെയ്യപ്പെട്ടു ഭീകരമായിട്ട്. ഒരുപാട് ഹോളോകാസ്റ്റ് ലിറ്ററേച്ചർ എന്ന് പറയുന്നു ആ കാലത്തെക്കുറിച്ചുള്ള ഇതാണ്. ആരാണ്? ഒബാമയ്ക്ക് മുമ്പുള്ള പ്രസിഡന്റ്. അപ്പോൾ ചെറുപ്പമായിരിക്കുമ്പോൾ അപ്പോൾ എനിക്ക് ഭയങ്കര അസൂയ തോന്നി. കാരണം അമേരിക്കൻ പ്രസിഡന്റ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ക്യാൻഡിഡേറ്റിനെയും മറ്റേ ക്യാൻഡിഡേറ്റിനെയൊക്കെ മുമ്പിൽ നിർത്തിയിട്ട് ആളുകൾ ചോദിക്കും, ഇപ്പം എന്നെ നിങ്ങൾ ചോദിക്കുന്ന പോലെ, വാട്ട് ഈസ് യുവർ പോളിസി ഓൺ മിഡിൽ ഈസ്റ്റ്? ആർ യു ഗോയിങ് ടു വിഡ്രോ ആർമി ഫ്രം ഇറാഖ്? വാട്ട് ഈസ് യുവർ പ്ലാൻ ഇൻ അഫ്ഗാനിസ്ഥാൻ? വാട്ട് ഈസ് യുവർ ലാറ്റിൻ അമേരിക്കൻ പോളിസി? വാട്ട് ഷുഡ് ബി യുവർ ഇൻഷുറൻസ് പോളിസി? വാട്ട് യു ആർ ഗോയിങ് ടു ഡു ഇൻ ദ ഫിസ്ക്കൽ റീഫോംസ്? ഇങ്ങനെ ഓരോ ലോക ഇതിനെക്കുറിച്ചും പോളിസിയെക്കുറിച്ചും സാമ്പത്തിക ക്രമത്തെക്കുറിച്ചും അമേരിക്കയെക്കുറിച്ചും തൊഴിലില്ലായ്മയെക്കുറിച്ചും ഒക്കെ ചോദിക്കും. അതിന് നല്ല ക്ലാരിറ്റിയോടുകൂടി മറുപടി പറയുന്ന ഒരാളാണ് അമേരിക്കൻ പ്രസിഡന്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, മോൻ്റെ മനസ്സിലുള്ള ചോദ്യം പോലെ ഇങ്ങനെ ഒരു നല്ലൊരു അക്കാഡമിക്കായി ഇത് ചെയ്ത് വിഷണറി ആയിട്ടുള്ള നേതാക്കന്മാരെ ജനം സെലക്ട് ചെയ്യുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ പൊളിറ്റിക്സ് എന്നും മാറുമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പം ട്രംപ് വന്നിട്ട് എന്താ പറഞ്ഞത്? നേരെ തിരിഞ്ഞ് ട്രംപ് വന്നിട്ട് പറയും, ഐ എം ഗോയിങ് ടു മേക്ക് എ വാൾ ഓൺ ദ മെക്സിക്കൻ ബോർഡർ ബിക്കോസ് ഓൾ ദ മെക്സിക്കൻസ് ആർ റേപ്പിസ്റ്റ്. ഐ എം ഗോയിങ് ടു പ്രിവെൻറ്റ് ഓൾ ദ മുസ്ലിംസ് ടു എൻ്റർ ഇൻ ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബിക്കോസ് ഓൾ ദ മുസ്ലിംസ് ആർ എക്സ്ട്രീമിസ്റ്റ്. അതിനാണ് കയ്യടി. ഇപ്പോൾ അമേരിക്കൻ ജനതയെ പോലിപ്പോൾ പണ്ട് അമേരിക്കയുടെ സ്വാതന്ത്ര്യ ചിന്തകളും ജനാധിപത്യ ചിന്തകളും എന്ന് പറഞ്ഞാൽ വലുതാണ്. ഇപ്പോൾ ചങ്ങലക്കിട്ടാണ് നമ്മുടെ ആളുകളെ, അവിടുത്തെ കുടിയേറ്റക്കാരെ ഇങ്ങോട്ട് കയറ്റി അയച്ചത്. പഴയ അമേരിക്കയാണെങ്കിൽ അത് സമ്മതിക്കില്ല. അപ്പോൾ ലോകം മാറി. ഇപ്പോൾ പുതിയ ഏകാധിപതികളുണ്ടായി ഈ ലോകത്ത്. അവർ പുതിയ സ്ട്രാറ്റജിയാണ്. പണ്ട് ഗീബൽസ് ആയിരുന്നു, അറിയാമല്ലോ, അവരുടെ ഹിറ്റ്ലറുടെ അഡ്വൈസർ. ഒരു കേട്ടിട്ടുണ്ട്, ആളെപ്പറ്റി കേട്ടിട്ടുണ്ട്, ഭയങ്കര സാധനമായിരുന്നു. 1000 പ്രാവശ്യം ഒരു നുണ പറഞ്ഞാൽ അത് സത്യമെന്നാണ്. ഇദ്ദേഹം ഫിസിക്കലി ഡിസേബിൾഡ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ജർമ്മൻകാരെ മുഴുവൻ വിശ്വസിപ്പിച്ചെന്നാ പറയാം. ജർമ്മനിയും ഫ്രാൻസും തമ്മിലുള്ള വാർ നടന്നപ്പോൾ ഇദ്ദേഹത്തെ പിടിച്ചു അവർ. എന്നിട്ട് ഫ്രഞ്ച് ആർമി ഇയാളെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തു. ജയിലിൻ്റെ അഴിയിൽ കൂടിയൊക്കെ വലിച്ച് ഇയാൾ ഫിസിക്കലി ഡിസേബിൾഡ് ആയ. അപ്പോൾ എന്തുവരും? ആളുകൾക്കൊരു സിമ്പതി വരും. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടി ശത്രുരാജ്യം പിടിച്ചുകൊണ്ടുപോയി ടോർച്ചർ ചെയ്ത ഒരാളോട് നമുക്കൊരു സ്നേഹമാവില്ലേ കാണുമ്പോൾ തന്നെ, ഇല്ലേ? സംഭവം എന്തായിരുന്നു? ഇയാൾ ജന്മനാ ഫിസിക്കലി ഡിസേബിൾഡ് ആയിരുന്നു. ഇയാൾ ജർമ്മൻകാരെ മുഴുവൻ പറ്റിച്ചാണ്. അങ്ങനെ നുണ പറയുന്ന ആളായിരുന്നു. അപ്പം ഞാൻ പറയും, അന്ന് ഗീബൽസ് ആണെങ്കിൽ ഇപ്പം ആരാ? ഇപ്പം PR ഏജൻസികളാണ് ഈ രാഷ്ട്രീയ നേതാക്കന്മാരെയും പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയും പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റിനെയും പ്രസിഡന്റ് കാൻഡിഡേറ്റിനെയും ഇങ്ങനെ എക്സാജറേറ്റ് ചെയ്ത്. മോനെ മനസ്സിലുള്ള എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആ ആശങ്ക. അതാണ് ഇപ്പം അങ്ങനെ മാറിയിരിക്കുന്നത്. അപ്പോൾ റിയലായിട്ടുള്ള കാര്യമല്ല പോകുന്നത്. പിന്നെ ഇവർ പറയാം നാഷണലിസം, ദേശീയത. നമ്മൾ പെട്ടെന്ന് വിചാരിക്കും സ്വാതന്ത്ര്യ സമരകാലത്ത് പറഞ്ഞിരുന്ന ദേശീയത അതല്ല ഇത് ഹൈപ്പർ നാഷണലിസമാണ്.
ഇത് അനാവശ്യമായൊരു ദേശീയത ഉണ്ടാക്കി ആ വികാരത്തെ മുതലെടുത്ത് അതിൽ നിന്ന് ചെയ്യാണ്. ഇല്ലെങ്കിൽ ആളുകളെ സ്പ്ലിറ്റ് ചെയ്യും. ഹിറ്റ്ലർ എന്താ ചെയ്തത്? ഹിറ്റ്ലർ ജൂതന്മാർ മുഴുവൻ ശത്രുക്കളാണ് എന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ ജർമ്മൻകാർ മുഴുവൻ ജൂതന്മാർക്ക് നേരെ തിരിഞ്ഞ് അവരെ എത്നിക് ക്ലെൻസിങ്ങിന് നടത്തി. ഒരു പൊതുശത്രുവിനെ കണ്ടുപിടിച്ചു. ഇന്ത്യയിൽ ഇപ്പോൾ പൊതുശത്രു ആരാ? മൈനോറിറ്റിയാണ്. മൈനോറിറ്റി കുഴപ്പക്കാരാണ്. ഹിറ്റ്ലർ ചെയ്ത അതേ പണി തന്നെയാണ് ഇപ്പോഴത്തെ ഈ പുള്ളി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? സെയിം ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളതിനെക്കുറിച്ച് ഒറ്റ കാര്യമുള്ളൂ, എപ്പോഴും ആലോചിക്കുക. ബർത്തോൾഡ് ബ്രെത്ത് എന്ന് പറയുന്നൊരു കവിയുണ്ട്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കവിയാണ്. ബ്രത്തിൻ്റെ കവിത വായിക്കണം, ഭയങ്കര രസമാണ്. ബ്രത്തിനെ ജർമ്മനിയിൽ നിന്ന് നാട് കടത്തിയതാണ് ഈ വേൾഡ് വാറിൻ്റെ സമയത്ത്. അമേരിക്കയിലാണ്. അപ്പം അമേരിക്കയിൽ വെച്ച് അദ്ദേഹം ഒരു ജർമ്മൻകാരനെ കാണുമ്പോൾ അദ്ദേഹം എഴുതിയൊരു കവിതയുണ്ട്. എന്താണെന്നല്ലേ ചോദിക്കുന്നത്? നമ്മുടെ നാട്, അവനോട് ചോദിക്കുകയാണ് ജർമ്മൻകാരൻ, ഇപ്പോഴും ഭരിക്കുന്നത് ഭയമാണോ എന്നാണ്. ഹിറ്റ്ലറാണോ ഭരിക്കുന്നതെന്നല്ല ചോദിക്കുന്നത്, ഭയമാണോ എന്നാണ്. ഞാനതിങ്ങനെ ഡെവലപ്പ് ചെയ്ത ആ സാധനം. ലോകത്തിലെ എല്ലാ ഏകാധിപതികളും ഭീരുക്കളായിരുന്നു. അവർക്ക് പേടി, അവർ ഇൻസെക്യൂറാണ്. കാരണം വേണ്ടാത്ത കുരുത്തക്കേട് മുഴുവൻ അമ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഇൻസെക്യൂറാണ്. അവരുടെ ഇൻസെക്യൂരിറ്റിയിൽ നിന്നാണ് അവർ കൂടെയുള്ള ആളുകളെ പോലും കൊല ചെയ്യുന്നതും ആളുകളെ നാട് കടത്തുന്നതും ആളുകളെ ജയിലിലാക്കുന്നതും. അപ്പോൾ നമ്മൾ ഒറ്റ കാര്യം വിചാരിക്കുക, അവരാണ് ഭീരുക്കൾ, നമ്മളല്ല. നമ്മളാണ് ധൈര്യമുള്ളവരാവേണ്ടത്. നമ്മളാണ് ഈ ഏകാധിപത്യത്തെയും ഈ സ്വേച്ഛാധിപത്യത്തെയും ചെറുത്ത് തോൽപ്പിക്കേണ്ടത്. നമ്മളാണ്. നമ്മൾ ഭീരുക്കളാവാൻ പാടില്ല, അവരാണ് ഭീരു. നമ്മളിപ്പോൾ കേരളയിൽ അഭിമാനപ്പെടുന്നത് നമ്മൾ ഭയങ്കര ഫോർവേഡ് തിങ്കിങ് ആണ്, നമ്മൾ ഭയങ്കര സെക്കുലറാണ്. പക്ഷേ അവസാനത്തെ ഒരു ഡെക്കേഡ് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിടയിൽ ഈ ഹെയ്റ്റ്രഡ് വർദ്ധിക്കുന്നുണ്ട് തമ്മിൽ. അതായത് ഇപ്പോൾ ഒരു മാസം മുമ്പ് ഒരു ഫോമർ MLA ഒരു TV ചർച്ചയിൽ നിന്ന് ഒരു വിഭാഗത്തിൻ്റെ എതിരെ തനി വർഗീയത പറഞ്ഞ് ഒരു കേസൊക്കെ നമുക്കറിയാം. കേസ് FIR ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഹൈക്കോടതി സ്റ്റേ ചെയ്തതും. അതുപോലെ ഞാൻ ഈ യൂട്യൂബിൽ എസ്പെഷ്യലി ന്യൂസൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണ്. നിങ്ങളെ ന്യൂസൊക്കെ നല്ലോണം കണ്ടിട്ടുണ്ട്, എല്ലാം കിടലനായിരുന്നു. അപ്പോൾ അതായത് നിങ്ങൾ നല്ല ആർഗ്യുമെൻറ്റ്സ് ഒക്കെ പറയുന്ന കേൾക്കലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ താഴത്തെ കമൻറ്റ് സെക്ഷനൊക്കെ നോക്കുമ്പോൾ എസ്പെഷ്യലി എന്തെങ്കിലും ഒരു വിഭാഗം എന്തെങ്കിലും നോക്കുമ്പോൾ ഫുൾ ഹെയ്റ്റ് കമൻറ്റ്സ് ആണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, നമ്മൾ 10-15 കൊല്ലമായിട്ട് നമ്മൾ ഭയങ്കര സോഷ്യലി നമ്മളിവിടെ വെറുക്കണൊരു ആളായിട്ടുണ്ട്. അങ്ങനെ ഒരു ഫീലിംഗ് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത കൊല്ലം നിങ്ങളൊക്കെ ഭരണത്തിൽ വരികയാണെങ്കിൽ ഇതിൻ്റെ എതിരെ എന്തെങ്കിലും നടപടി, ഞാനും ഫ്രീഡം ഓഫ് സ്പീച്ചിൻ്റെ ഒരു പ്രൊപ്പണൻ്റ് ആണ്. പക്ഷേ ഒരു ലിമിറ്റ് കടന്നാൽ പിന്നെ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ലല്ലോ, അതായത് ഈ ഹേറ്റഡും കൾച്ചറും ഒക്കെ. അപ്പോൾ ഇതിൻ്റെ എതിരെ ഇപ്പോൾ എന്താണ് ചെയ്യുകയെന്ന് ഇങ്ങനെ ആലോചിക്കണം. കാരണം ഇത് അധികം പോയാൽ നമ്മൾ സോഷ്യലി ഭയങ്കര ഇതായി പോകും. അപ്പം നിങ്ങളെ ഒരു അഭിപ്രായം കേൾക്കാൻ വേണ്ടി. തീർച്ചയായിട്ടും ഐ എഗ്രി വിത്ത് യു, ടോട്ടലി ഐ എഗ്രി വിത്ത് യു. എന്താണെന്നറിയാമോ, എന്നെ വല്ലാതെ അസ്വസ്ഥമാക്കുന്ന ഒരു കാര്യമാണ് മോനിപ്പോൾ പറഞ്ഞത്. അതായത് ഞാനൊക്കെ വളർന്നു വന്ന ജനറേഷൻ കേരളം ഭയങ്കര പ്രോഗ്രസീവാണ് എന്നാണ്. എൻ്റെ കൂടെ പഠിക്കുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ കമ്മ്യൂണിറ്റി എന്താണെന്ന് പോലും ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. വല്ല വീട്ടിൽ പോയിരിക്കുമ്പോൾ വല്ല ദൈവങ്ങളുടെ പടം വയ്ക്കുമ്പോഴാണ് ഇപ്പോൾ ബാബു എന്ന് പറഞ്ഞാൽ ബാബുവാണ്, ഏത് കമ്മ്യൂണിറ്റിയാണെന്ന് അറിയില്ല, ചോദിക്കുക പോലും ഇല്ല. അന്ന് ചോദിക്കുമോ? ഇതൊക്കെ അത് മാറി. ഇപ്പം മാറിയിട്ട് ഈ കേരളം പ്രോഗ്രസീവ് ആണെന്നുള്ളതൊരു ജാടയായി മാറിയാണ്. കേരളത്തിൽ ഇപ്പോൾ കേരളത്തെ വഷളാക്കാൻ വേണ്ടിയിട്ടൊരു വലിയ ജനവിഭാഗം നിൽക്കുന്നുണ്ട്, വലിയൊരു വിഭാഗം ആളെ. അതായത് വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന, ഞാൻ പറയാറുള്ള വാക്കാണ്, പച്ച വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയത കേരളത്തിൽ ആളിക്കെത്തിക്കാൻ ശ്രമിക്കുന്നൊരു വിഭാഗമുണ്ട്. അവരിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇതിൽ മെജോറിറ്റി കമ്മ്യൂണിറ്റിയിലും ഉണ്ട്, മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലും ഉണ്ട്. ഡോക്ടർ MK മുനീർ എഴുതിയൊരു പുസ്തകത്തിൻ്റെ പേര് ഉഗ്രൻ പേരാണ്, പരസ്പരം പാലൂട്ടി വളർത്തുന്ന ശത്രുക്കൾ എന്നാണ് എൻ്റെ അർത്ഥം. എന്നുവെച്ചാൽ ഇവിടുത്തെ ഈ കമ്മ്യൂണിറ്റിയിലെ തീവ്രവാദികളുടെ നിലനിൽപ്പ് ആരെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്? അപ്പുറത്തെ കമ്മ്യൂണിറ്റിയിൽ കുഴപ്പമുണ്ടാക്കണം. അവൻ കുഴപ്പമുണ്ടാക്കിയില്ല, അവൻ ഡീസൻ്റ് ആണെങ്കിൽ ഇവന് പ്രസക്തിയില്ല. അപ്പോൾ ഇവൻ്റെ നിലനിൽപ്പ് അപ്പുറത്തെ കമ്മ്യൂണിറ്റിയിലെ തീവ്രവാദി കുഴപ്പമുണ്ടാക്കണം. അവൻ്റെ നിലനിൽപ്പ് എവിടെയാണ്? ഇപ്പുറത്തെ കമ്മ്യൂണിറ്റിയിൽ ഇവൻ കുഴപ്പമുണ്ടാക്കണം. ഇവർ കണ്ടാൽ പരസ്പര ശത്രുക്കളെ പോലെ തോന്നും, പക്ഷേ പരസ്പരം പാലൂട്ടി വളർത്തുന്ന ശത്രുക്കളാണ്. ഈ ഒരു അപകടം കേരളത്തിൻ്റെ നെറുകയിലുണ്ട്. ഈ ഉത്കണ്ഠ നിങ്ങൾക്ക് എല്ലാവർക്കും വേണം. ഈ ഡോക്ടർ പങ്കുവെച്ച ഈ ഉത്കണ്ഠ ഈ പുതിയ ജനറേഷനും മുഴുവൻ വേണം.
എനിക്ക് ആ ഉത്കണ്ഠയുണ്ട്, എനിക്ക് ആ ഒരു ഭയമുണ്ട്. ഹെയ്റ്റ് ക്യാമ്പയിൻ എന്ന് പറയുന്നത് വളരെ സൈലൻ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, വളരെ സൈലൻ്റായിട്ട്. വർഗീയത കത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്, വർഗീയത കത്തിക്കാൻ. ആ ഹോട്ടലിൽ കയറരുത്, ഈ ഹോട്ടലിൽ കയറരുത്, ആ കടയിൽ കയറരുത്. ഇത് നോർത്ത് ഇന്ത്യയിൽ തുടങ്ങിയൊരു സംഭവമാണ്. ഇത് നമുക്ക് വിന്ധ്യനപ്പുറത്ത് നിർത്തണം. കേരളത്തിലേക്ക് ഇത് കടന്നു നമ്മൾ ഒരിക്കലും സമ്മതിക്കരുത്, നമ്മൾ സമ്മതിക്കുകയില്ല. ഇനി എൻ്റെ ഒരു പ്രതീക്ഷ എന്താണെന്നറിയാം ആ കാര്യത്തിൽ. കേരളത്തിലെ 90% ആളുകളും സെക്കുലറാണ്. അവർ ചീത്തയാക്കണ ആരാണെന്നറിയാമോ? കുറേ രാഷ്ട്രീയ നേതാക്കന്മാരും കുറേ മത നേതാക്കന്മാരും. അവർ ചീത്തയാക്കാണ്. ഞാൻ വിമർശനത്തോടു കൂടിയാണ് ഇത് പറയണത്. അവരാണ് ചീത്തയാക്കുന്നത്. ചീത്തയാകാൻ വേണ്ടി നമ്മൾ നിന്നുകൊടുക്കരുത്, നമ്മൾ നിന്നുകൊടുക്കും. ഇന്ത്യയുടെ സെക്കുലറിസം എന്ന് പറയുന്നത് വെസ്റ്റേൺ സെക്കുലറിസം പോലെ അല്ല. വെസ്റ്റേൺ സെക്കുലറിസം എന്താ? റിജക്ഷൻ ഓഫ് റിലീജിയനാണ്, മതം വേണ്ടെന്നാണ്. ഇന്ത്യയുടെ ഗാന്ധിയാണ് കറക്റ്റ്. നമുക്ക് ഇപ്പം ഞാൻ ഹിന്ദുമത വിശ്വാസിയാണ്. ഹിന്ദുമത വിശ്വാസിയായി ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ എൻ്റെ സഹോദര മതത്തിൽപ്പെട്ട ഒരാളുടെ നേർക്ക് ആരെങ്കിലും വിരൽ ചൂണ്ടിയാൽ ഇയാളെക്കാളുടെ മുമ്പിൽ അയാളെ സംരക്ഷിക്കാൻ അയാളുടെ മുമ്പിൽ ഞാൻ ചെന്ന് നിൽക്കുമ്പോഴാണ് ഇന്ത്യയുടെ സെക്കുലറിസം അർത്ഥപൂർണ്ണമാകും. അതാണ് ഗാന്ധി ചെയ്തതാണ്. ഗാന്ധി ഹിന്ദു റിലീജിയനിൽ വിശ്വസിച്ചുകൊണ്ട് ബാക്കിയുള്ള മതവിഭാഗങ്ങളുടെ നേരെ ആളുകൾ വാളെടുത്തപ്പോൾ, ആയുധമെടുത്തപ്പോൾ അതിൻ്റെ മുമ്പിൽ പോയി നിന്ന് എന്നെ ആദ്യം കൊല്ലാൻ പറഞ്ഞു ഇല്ലേ? അതായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാകുക. നമുക്കുള്ള അവകാശങ്ങൾ പോലെ തന്നെ നമ്മുടെ സഹപ്രവർത്തകരായ ആളുകൾക്ക്. അതാണ് ഞാൻ ബി ഡെമോക്രാറ്റിക്, ബി സെക്കുലർ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതിൽ പ്രധാനപ്പെട്ട 2 പോയിന്റ് അതാണ്. ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഈ 2 കാര്യങ്ങളും മനസ്സിൽ സൂക്ഷിക്കണം. നമ്മളെ ജയിക്കുള്ളൂ, നമ്മൾ അവരെ പരാജയപ്പെടുത്തും. ഒരു വളരെ നോളജബിൾ ആയിട്ടുള്ള ഒരു ലീഡർ ഓഫ് ഒപ്പോസിഷനെ കിട്ടിയതിൽ കേരള അങ്ങനെ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ കിട്ടിയതിലും വി ഫീൽ സോ പ്രൗഡ്. അപ്പോൾ ഒരുപാട് വായിക്കുകയും ഒരുപാട് അറിവ് നേടുകയും അത്രയും നോളജബിൾ ആയിട്ടുള്ള ഒരു ലീഡർ എന്ന നിലയിൽ ബട്ട് വി ആസ് ഇലക്ടേഴ്സ് നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമ്പോൾ ആഗ്രഹിക്കുന്നതും ഏത് പാർട്ടി വരെയാണെങ്കിലും ദ റൂളിംഗ് പാർട്ടി ഷുഡ് ബി ഹെൽഡ് അക്കൗണ്ടബിൾ. ആ ഒരു അക്കൗണ്ടബിലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് സാറിൻ്റെ ഒരു നോളജ് എങ്ങനെയാണ് ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസത്തിലൂടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. ആൻഡ് വാട്ട് ആർ യുവർ തോട്ട്സ് ഓൺ ഹോൾഡിംഗ് അക്കൗണ്ടബിൾ, ഓൺ ഹോൾഡിംഗ് ദ റൂളിംഗ് ഗവൺമെൻറ് അക്കൗണ്ടബിൾ? നല്ല ജെന്യുവനായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം ഈ ഇലക്ടറൽ ഓട്ടോക്രസി എന്ന് പറയുന്നൊരു പുതിയ വാക്കുണ്ടായിരുന്നു. ഹിറ്റ്ലറും മുസോളിനിയും സ്റ്റാലിനൊന്നും ഇലക്ഷനിൽ ജയിച്ചു വന്നതല്ല. ഇപ്പോൾ ഇലക്ഷൻ നടത്തി ജയിച്ചു വരുന്ന ആളുകൾക്ക് ഓട്ടോക്രസിയാണ്, പുതിയ വാക്കാണ്. ഇലക്ഷൻ ജയിക്കണ്ടേ? ഇലക്ഷൻ ജയിക്കാൻ പല മാർഗമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PR ഏജൻസി ഉണ്ട്, തെറ്റായ ക്യാമ്പയിൻ ഉണ്ട്, ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ട്. പൊതുശത്രുവിനെ നിശ്ചയിച്ചിട്ട് മെജോറിറ്റിയുടെ വോട്ട് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മൈനോറിറ്റി മെജോറിറ്റി സ്പ്ലിറ്റ് ഉണ്ടാക്കിയിട്ട് ആളുകളെ തമ്മിൽ ഭിന്നിപ്പിച്ചിട്ട് ആ 2 ചേരിയാക്കി മാറ്റിയിട്ട് മെജോറിറ്റിയിലെ വോട്ട് പിടിച്ചെടുത്ത് അധികാരത്തിൽ വരും. ഇന്ത്യയിൽ മാത്രമല്ല, ഞാൻ എക്രോസ് ദ വേൾഡാണ് പറയുന്നത്. ഈ സംഭവമുണ്ട്. ജയിച്ചു വന്നിട്ട് ഇവർ ചെയ്യുന്നത് ഹിറ്റ്ലറും മറ്റവരും ചെയ്തതുപോലെ ഇലക്ടറൽ ഓട്ടോക്രസിയാണ്. ജയിച്ചു വന്നിട്ട് ജനകീയ തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു വന്നിട്ട് ഓട്ടോക്രസി നടപ്പാക്കുക, അക്കൗണ്ടബിലിറ്റിയാണ്. അപ്പോൾ ജനങ്ങൾ ജാഗ്രത പാലിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം നമ്മുടെ ഒരു ഇലക്ട്രൽ സിസ്റ്റത്തിന് ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്പാരിറ്റീവ്ലി ബെറ്ററാണ്. ലോകത്ത് ഒരിടത്തും നമുക്കിവരെ തിരിച്ചു വിളിക്കാനുള്ള അധികാരമില്ല. തിരിച്ചു വിളിക്കാൻ ഇവർ 5 വർഷത്തേക്കുള്ള പവർ ഏത് ഗവൺമെൻറ് ഇപ്പോൾ എനിക്ക് തന്നാലും വേറെ ആർക്ക് തന്നാലും ആ 5 വർഷം ഇവർ തെറ്റ് ചെയ്താൽ 5ാമത്തെ വർഷം നമുക്കൊരു അവകാശമുണ്ട്. ഏത്? നമുക്ക് അവരെ കറക്റ്റ് ചെയ്യാനുള്ളൊരു അവകാശമുണ്ട്, അവർക്ക് താക്കീത് കൊടുക്കാനുള്ള അവകാശമുണ്ട്, അവരെ പരാജയപ്പെടുത്താനുള്ള അവകാശമുണ്ട്. അത്രയെങ്കിലും ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ഭാഗ്യം. അതുകൂടി നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് രാജ്യം പോകരുതെന്ന് പ്രാർത്ഥിക്കുക ഇപ്പോൾ. പക്ഷെ ഇതൊരു വലിയ പോയിൻ്റാണ്. ഒരു അക്കൗണ്ടബിലിറ്റി ടു ദ പീപ്പിൾ, ദോസ് ഹു എലക്റ്റഡ് ദ ഗവൺമെൻറ്, അല്ലേ? അവരോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ്, അവരോടുള്ള ഒരു അക്കൗണ്ടബിലിറ്റി എന്ന് അത് നമ്മുടെ ഒരു ഡ്രീമാണ്. സത്യത്തിൽ നമ്മുടെ ഒരു ഡ്രീമാണ്. ഒരു വോട്ടറുടെ അല്ലേ ജയിപ്പിക്കുന്ന റോൾ. ഇപ്പം നമ്മൾ ഒരു ക്രൈസിസിലെത്തിയ ആളുകൾ, അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? ഞാൻ കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ പറഞ്ഞു,
ജനങ്ങൾ അപ്പോൾ ആളുകൾ പ്രയാസപ്പെടുമ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രസൻസ് അവർ ആഗ്രഹിക്കും. പലപ്പോഴും അതില്ല, അവർ നിസ്സഹായരാണ്, ഗവൺമെൻറ് പ്രവർത്തിക്കുന്നില്ല, പ്രവർത്തന നിരതരല്ല, അവർ ശ്രദ്ധിക്കുന്നില്ല സാധാരണക്കാരുടെ കാര്യങ്ങൾ. അപ്പോൾ തിരഞ്ഞെടുത്ത ആളുകൾ അവർ പ്രതിസന്ധിയിലാകുമ്പോൾ അവർ തിരഞ്ഞെടുത്തൊരു ഗവൺമെൻറ്റിൻ്റെ പ്രസൻസ് ആഗ്രഹിക്കുമ്പോൾ ആ പ്രസൻസ് ഉണ്ടാകുന്നില്ല. പ്രസൻസ് മീൻസ് ദ ഡിസിഷൻസ് അല്ല ടേക്കൺ ബൈ ദി കൺസേൺ ഗവൺമെൻറ്റ്സ്, അത് അവരെ ബാധിക്കുന്നതാണ്. അത് പലപ്പോഴും ചെയ്യുന്നില്ല. ഈ ഒരു പെർഫോമൻസ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് സത്യത്തിൽ ഭാവിയിൽ അത് ഉണ്ടാകട്ടെ കേട്ടോ. ഇപ്പോഴത്തെ നമ്മുടെ പരിമിതി ഇതാണ്. പക്ഷേ ഇപ്പോഴും നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് 5 years കഴിയുമ്പോൾ. അപ്പോഴേക്കും ഇവർ മിസ്ലീഡ് ചെയ്യാണ് ഇപ്പോഴത്തെ ഈ ഞാനതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ഈ ഓട്ടോക്രാറ്റ്സ് എല്ലാം ഈ ടെക്നോളജിയെ മുഴുവൻ മിസ്യൂസ് ചെയ്ത്. ഇപ്പോൾ ആരോ പറഞ്ഞു, ഇപ്പോൾ ട്രംപിൻ്റെ തന്നെ 25 million വ്യൂവേഴ്സ് ഉണ്ട് ഫേസ്ബുക്കിൽ. അതിൽ 15 ലക്ഷം പേര് ഉഗാണ്ടയെന്ന് വേറെ കണ്ടൊക്കെയാണ്. ഫേക്കാണ് ഫേക്കായിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ ക്യാമ്പയിൻ അതാണ്, അവരാ തെറ്റായ രീതിയിൽ ക്യാമ്പയിൻ നടത്തി പോവുകയാണ്. അപ്പോൾ ചെറുത്തുനിൽപ്പാണ് എല്ലാ ഘട്ടത്തിലും. 20th സെഞ്ച്വറിയുടെ ഫസ്റ്റ് ഹാഫിലും ഒരു ചെറുത്തുനിൽപ്പുണ്ടായി, 21st സെഞ്ച്വറിയുടെ ഫസ്റ്റ് ഹാഫിലും ആ ചെറുത്തുനിൽപ്പ് നമുക്കുണ്ടാകണം. ഭരണകൂടങ്ങളെ അക്കൗണ്ടബിൾ ആക്കണം ജനങ്ങളോട്. Hi sir, I'm Tasha. So my question is something that you have corrected in yourself, like sir വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം, sir ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, അത് അൺലേൺ ചെയ്തത്, ആ ഒരു കാര്യം, why did you unlearn it and what made you to, what were the implications that have come up? ഇത് സാധാരണ ഞാനും അടക്കമുള്ള എല്ലാവരും രാവിലെ വീട്ടിൽ ഇതൊരു ഇരുമ്പൊലൊക്കെ ആയിട്ടാണ് ഇറങ്ങാറ്. നമ്മുടെ അഭിപ്രായം അത് മാറ്റില്ല. പക്ഷേ വർഷങ്ങൾ കൊണ്ട് എന്നെ അത് മാറ്റാൻ പ്രേരിപ്പിച്ചു. നമ്മൾ ഡിസ്കഷൻസ് നടത്തണം. നമ്മളൊരു ഒരു സംഭവം നമ്മളൊരു 5 പേരുമായിട്ട്, നിങ്ങൾ തന്നെ ഒരു കാര്യം തീരുമാനിക്കുന്നതിന് മുമ്പ് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു 5 ഫ്രണ്ട്സായിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കിയേ. അപ്പോൾ ഇവർ ബാക്കി 4 പേരും 4 ആംഗിൾ പറയും, നമ്മളൊരു ആംഗിൾ പറയും. അതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ചർച്ച ചെയ്യപ്പെടും. നമ്മൾ ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കുമ്പോൾ, ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മളിതൊന്നും കാണുന്നില്ല. നമ്മൾ കാണാതെ പോകുന്ന കാര്യങ്ങൾ ഇവരൊരാൾ പറയും, ഈ ഒരാൾ പറയും, മറ്റൊരാൾ പറയും. ഇപ്പം ഞാൻ പലപ്പോഴും രാവിലത്തെ ഇരുമ്പൊലൊക്കെ ഒടിച്ച് കളയാനാണ് പറയുക. കാരണം ചിലപ്പോൾ പൂർണ്ണമായി എനിക്ക് ഉപേക്ഷിക്കേണ്ടി വരും ആശയങ്ങളെ. അപ്പം നമ്മൾ പലതും പഠിച്ച രീതി ശരിക്കും അൺലേൺ എന്നുള്ള വാക്ക് കറക്റ്റാണ്, കറക്റ്റ് യൂസേജാണ്. ശരിയായിട്ടായിരിക്കില്ല നമ്മളൊരു കാര്യത്തെ മനസ്സിലാക്കിയത്. അതിനുള്ള ഏറ്റവും വലിയ സൊല്യൂഷൻ കൺസൾട്ടേഷനാണ്. എപ്പോഴും നമ്മൾ ടീം വർക്കാണ് ഏറ്റവും നല്ല സൊല്യൂഷൻ. ടീം വർക്ക്, ഒരു ടീമിനെ ബിൽഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ നല്ലൊരു വലിയ പൊസിഷനിലെത്തി, വലിയൊരു ഉദ്യോഗസ്ഥനായി, ഒരു ഡിസ്ട്രിക്ട് കളക്ടറായി, നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ? ടീം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ലീഡർഷിപ്പ് ഷോസ്, ഞാനിപ്പോൾ അവിടുത്തെ കഴിഞ്ഞ മീറ്റിങ്ങിൽ പറഞ്ഞു, ഹൗ ടു സെലക്ട് ദ റൈറ്റ് പേഴ്സൺസ് അറൗണ്ട് യു. നിങ്ങൾ ഏറ്റവും നല്ല ടീമിനെ സെലക്ട് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ലീഡർഷിപ്പ് കാണുന്നത്. ആ ടീം ആയിട്ട് നമ്മൾ എപ്പോഴും കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ ചെയ്താൽ എങ്ങനെയായിരിക്കും, ഇങ്ങനെ തീരുമാനിച്ചാൽ എങ്ങനെയായിരിക്കും. ഇതാണ് നമ്മുടെ എല്ലാത്തിനും നമുക്കൊരു ഡ്രാഫ്റ്റ് ഉണ്ടാവണം. ആ ഡ്രാഫ്റ്റ് എപ്പോഴും ഡിസ്കസ് ചെയ്യണം. പൊളിറ്റിക്സിൽ നിന്ന് അത് അത്ര നടക്കാറില്ല. പലരും പോക്കറ്റിൽ നിന്ന് പേപ്പർ കൊണ്ടുവന്ന് ഇതാണ് നമ്മുടെ തീരുമാനം എന്ന് വായിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി കൈയടിച്ച് കറക്റ്റ് ശരിയാണെന്ന് പറയണം. കാരണം പലരും പഴയ രാജകൊട്ടാരത്തിലെ വിദൂഷക സംഘങ്ങളെ പോലെയാണ്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ആളെയൊക്കെ തിരിച്ചു പറയും, മനസ്സിലാവും. അവിടെ ഞാൻ കൂടുതൽ പറയില്ല. നിങ്ങൾ കണ്ണാടിയിൽ വരുന്നത് പോലെ മുഖമൊക്കെ മനസ്സിലാവും. ഞാനത് വിശദീകരിച്ച് പറഞ്ഞാൽ അത് പറയുന്നില്ല. അതിൽ നിന്ന് ഈ ഡെമോക്രാറ്റിക് ആവുക എന്ന് പറയുന്നതും അതാണ്. മറ്റുള്ളവൻ്റെ അഭിപ്രായം കേൾക്കുക, ആ അഭിപ്രായം കേൾക്കുമ്പോൾ അത് മാറ്റുക, അത് കറക്റ്റ് ചെയ്യുക, അല്ലേ? ടു ബി കറക്റ്റഡ് പറഞ്ഞത്. അപ്പം നമ്മൾ പഠിച്ചത് അൺലേൺ ചെയ്ത കാര്യമാണ്, വേണ്ടാത്ത രീതിയിൽ അല്ലെങ്കിൽ പഠിക്കാത്തൊരു കാര്യമാണ് എന്ന് പറയുന്നത് കറക്റ്റ് ചെയ്യുക. അത് എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഭാവിയിൽ പ്രയോജനപ്പെടുന്നത് നിങ്ങളെ മനസ്സിൽ വയ്ക്കുക. കൺസൾട്ടേഷൻ വിത്ത് അതേഴ്സ് എന്ന് വെച്ചാൽ ആരെങ്കിലുമായിട്ടല്ല, ആരുമായിട്ട് കൺസൾട്ട് ചെയ്യണം എന്ന് സെലക്ട് ചെയ്യേണ്ടതിൻ്റെ ബുദ്ധി നമ്മുടെ ആയിരിക്കണം. സെലക്ട് ദ റൈറ്റ് പേഴ്സൺസ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നല്ല ചോദ്യങ്ങളായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്.
എന്നെ കൊണ്ട് കൂടി ചിന്തിപ്പിച്ചു. അതാണ് എൻ്റെ ഒരു ഭംഗി. ഇത് സത്യത്തിൽ ഇവിടുന്ന് പോകുന്നത്, തിരിച്ചു പോകുന്നത് ഞാനാണ് എൻറിച്ചറായിട്ട് പോകുന്നത്, തിരിച്ചു പോകുന്നത്. എനിക്ക് പിന്നെ കുറച്ച് പ്രായം കുറഞ്ഞൊരു ഫീലിംഗ്, എപ്പോഴും പ്രായമായിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട് നേരത്തെ. അതിപ്പോൾ പ്രായം കുറഞ്ഞോ എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങളുമായിട്ട് കുറേ സമയം ഇൻട്രാക്ട് ചെയ്തത്. ഞാൻ വിഷ് യു ഗുഡ് ലക്ക്. നല്ല നാടിൻ്റെ മുഴുവൻ പ്രതീക്ഷയായി വലിയ ഉയരങ്ങളിലെത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും.